നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുറ്റിച്ചൂരിൽ ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ച് 3 ലക്ഷം രൂപ കവർന്ന കേസിലെ ഒരാൾ കൂടി പോലീസ് പിടിയിലായി. തൃപ്പയാർ അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ BJP നാട്ടിക മണ്ഡലം രാഷ്ട്രീയ വിശദീകരണ യോഗം തൃപ്പയാറിൽ നടന്നു. കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മുറ്റിച്ചൂരിൽ ബൈക്ക് യാത്രക്കാരന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് 3 ലക്ഷം രൂപ കവർന്ന കേസിൽ ഒരാളെ കൂടി പോലീസ് പിടികൂടി. നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ ജാക്കി ബിനുവാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ബിനുവിനെ മണ്ണാർക്കാട് നിന്നും സാഹസികമായി പിടികൂടിയത്. സംഭവശേഷം ബിനു പല സ്ഥലങ്ങളിലായി ഒളിച്ചു കഴിയുകയായിരുന്നു. ഇയാളെ ചൊവ്വാഴ്ച രാവിലെ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ വെച്ച് സ്കൂട്ടർ തടഞ്ഞ് പിടികൂടുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്നിറങ്ങി ഓടിയ ബിനുവിനെ പോലീസ് സംഘം ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഫ്സൽ M, GASI ജീവൻ ES, CPOമാരായ ഉമേഷ് KS, കിരൺ രഘു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇക്കഴിഞ്ഞ 7-ാം തീയതി ഉച്ചയോടെയാണ് പണവുമായി ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന മഹാരാഷ്ട്ര സ്വദേശിയെ കാറിലെത്തിയ സംഘം തടഞ്ഞു നിർത്തി മുളക് സ്പ്രേ കണ്ണിലടിച്ച് 3 ലക്ഷം രൂപ കവർന്നത്. സംഘത്തിലെ 3 പേരെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. മണ്ഡല മകരവിളക്ക് കാലത്ത് തൃപ്പയാറിലെത്തുന്ന അയ്യപ്പന്മാർക്ക് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന തൃപ്പയാർ അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. കാരണം ഇത് 17 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആചാര നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനം എന്ന നിലയിൽ എല്ലാ വർഷങ്ങളും നമുക്ക് എല്ലാവിധ സഹായങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വർഷം ചില ന്യൂനതകൾ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ അല്പം ചെറിയ തെറ്റിദ്ധാരണയിലേക്ക് പോകേണ്ടി വന്നു എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഭക്തജനങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടോ എന്ന് നമ്മൾ പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ സ്വാമിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ നോട്ടീസിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ആലോചിക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ അയ്യപ്പസ്വാമിയുടെ ബിരുദാംശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേരുന്ന ഒരുപാട് ഭക്തജനങ്ങൾക്ക് മറ്റുള്ളതൊന്നും നോക്കാതെ എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ ഈ മേഖലയിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിയ നിയോജകമണ്ഡലത്തിൽ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത, എല്ലാ സ്വാമിയുമായി ബന്ധപ്പെട്ട ഭക്തന്മാർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് നമ്മുടെ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. വാദ്യമേളങ്ങളോടെയും ചിന്തുപാട്ട്, ഭജന, താലപ്പൊലി മുതലായവയുടെ അകമ്പടിയോടെ തൃപ്പയാർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും രഥഘോഷയാത്രയായി കൊണ്ടുവന്ന ധർമ്മശാസ്താവിന്റെ വിഗ്രഹത്തിന് മുൻപിൽ പറനിറച്ചുകൊണ്ട് 62 ദിവസം നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കാനാടിക്കാവ് മഠാധിപതി KK വിഷ്ണുഭാരതീയ സ്വാമികൾ ഭദ്രദീപം കൊളുത്തി. വർക്കിംഗ് ചെയർമാൻ ഗിരി തയ്യിൽ അധ്യക്ഷനായി. RSS തൃശൂർ വിഭാഗ സംഘചാലക് KG അച്യുതൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണവും ശബരിമല അയ്യപ്പ സേവാ സമാജം ദക്ഷിണ ക്ഷേത്രീയ ഉപാധ്യക്ഷൻ മുരളി കൊളങ്ങാട്, SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, സേവാകേന്ദ്രം ജനറൽ കൺവീനർ P. കൃഷ്ണനുണ്ണി, ട്രഷറർ രഘുനാഥ് K എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുമാരി സീതാലക്ഷ്മിയുടെ സോപാന സംഗീതവും അരങ്ങേറി. വലപ്പാട് പഞ്ചായത്ത് 22-ാം വാർഡിലെ NDA സ്ഥാനാർത്ഥിയായ ഹണി സജീഷിന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവയ്ക്കാനുള്ള തുക വലപ്പാട് ബീച്ച് ശിവയോഗിനി വീരനാട്യം സംഘത്തിലെ സഹപ്രവർത്തകർ ചേർന്ന് കൈമാറി. വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ ബ്രഹ്മതേജോമയം ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ 22-ാം വാർഡിലെ BJP പ്രവർത്തകരായ നടേശൻ കണക്കാട്ട്, സുമിത്രൻ നെടിയിരിപ്പിൽ, ബൈജു പനപ്പറമ്പിൽ, സന്ദിൽ തെക്കിനിയടുത്ത്, മോഹൻദാസ് ഭഗവതി പറമ്പിൽ എന്നിവർ സംസാരിച്ചു. BJP NDA സ്ഥാനാർത്ഥിയായിരുന്ന ഹണി സജീഷിൻ്റെ സഹപ്രവർത്തകർ കൂടിയായ വീരനാട്യം സംഘം, ശിവയോഗിനി വീരനാട്യ സംഘത്തിലെ പ്രവർത്തകർ തിരഞ്ഞെടുപ്പിന് കെട്ടിവെക്കാനുള്ള പൈസ ഇന്ന് ഇവിടെ നൽകുകയാണ്.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ BJP നാട്ടിക മണ്ഡലം രാഷ്ട്രീയ വിശദീകരണ യോഗം തൃപ്പയാറിൽ നടന്നു. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. LDFിൻ്റെ ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 2016 അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അവരുടെ ഒരു ആലോചനയിലുള്ള കാര്യമാണ് കേരളത്തിലെ എല്ലായിടത്തും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു ആധ്യാത്മിക സമൂഹം വളർന്നു വരുന്നു. ഒരു നവോത്ഥാന മുന്നേറ്റം കേരളത്തിൽ ഹിന്ദു സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഉണ്ടാവുന്നു. അത് ഭാവിയിൽ വലിയ ദോഷം ചെയ്യാൻ പോകുന്നത് ഈ നാസ്തികവാദികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. അതുകൊണ്ട് ഈ വിശ്വാസമാകെ തകർക്കണം. ഈ ലെഫ്റ്റിൻ്റെ ഐഡിയോളജി, ഇടതുപക്ഷത്തിൻ്റെ ഐഡിയോളജി ഇവിടെ വിജയിക്കണമെങ്കിൽ ഹിന്ദുധർമ്മത്തെ സംബന്ധിച്ചുള്ള ബോധ്യം ജനങ്ങളിൽ നിന്ന് ഇല്ലാതാവണം. അവർ കൂടുതൽ ആധ്യാത്മിക ചിന്തയിലേക്ക് വളരുമ്പോൾ, ക്ഷേത്രങ്ങളുമായിട്ട് അവർ ധാരാളമായിട്ട് ബന്ധപ്പെടുമ്പോൾ, അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് വിശ്വാസികൾ തിരിയുമ്പോൾ അത് ഇതര മതസ്ഥരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർക്കോ ക്രിസ്ത്യൻ സഹോദരന്മാർക്കോ ഒന്നും ഒരു ഭീഷണിയും ഉണ്ടാവില്ല. എന്നാൽ അത് ഇടതുപക്ഷത്തിന്, മാർസിയൻ ചിന്താഗതിക്കാർക്ക്, ലെഫ്റ്റിന് വലിയൊരു തിരിച്ചടിയാണെന്ന് അവർക്ക് മനസ്സിലായി. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. താന്യം പഞ്ചായത്തിലെ CPM പ്രവർത്തക സജിനി, കോൺഗ്രസിന്റെ ടീച്ചേഴ്സ് അസോസിയേഷൻ മുൻ ജില്ലാ സെക്രട്ടറി MB ദിനേശൻ മാസ്റ്റർ എന്നിവരെ BJPയിലേക്ക് ഷാൾ അണിയിച്ച് K. സുരേന്ദ്രൻ സ്വീകരിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം AK ചന്ദ്രശേഖരൻ, BJP ജില്ലാ സെക്രട്ടറി EP ഹരീഷ് മാസ്റ്റർ, EP ഝാൻസി, TG രതീഷ്, ഷൈൻ നെടിയിരിപ്പിൽ, BDJS മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു, ജില്ലാ ജനറൽ സെക്രട്ടറി അക്ഷയ് കൃഷ്ണ, BJP നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് PV സെന്തിൽകുമാർ എന്നിവർ സംസാരിച്ചു. നാട്ടിക പുഴയക്കടവിൽ സർപ്പക്കാവ് ഭദ്രകാളി ക്ഷേത്ര മഹോത്സവവും കളമെഴുത്തുപാട്ടും നടന്നു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ, നാഗരാജാവിന് കളം, ഉച്ചയ്ക്ക് അന്നദാനം, തുടർന്ന് അഞ്ജന മണിനാഗത്തിനും മണിനാഗത്തിനും കളം, വൈകിട്ട് ദീപാരാധന, കരുനാഗത്തിന് കളം, രാത്രി നാഗയക്ഷിയമ്മയ്ക്ക് രൂപക്കളം എന്നിവയുണ്ടായി. NDA വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് സ്ഥാനാർത്ഥി ശോഭന ഷൺമുഖന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും വലപ്പാട് പഞ്ചായത്തിലെ തളിക്കുളം ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും പോസ്റ്റർ പ്രകാശനവും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നിർവഹിച്ചു. LDFും UDFും കാലാകാലങ്ങളിൽ കേരളത്തെ ഭരിച്ച് നമ്മൾക്ക് ഒരു തരത്തിലുള്ള പുരോഗതിയും വികസനവും ഇല്ലാതെ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ഒരു നിലയാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മറ്റു തെരഞ്ഞെടുപ്പിനെ പോലെയല്ല, നല്ല നിലയിൽ ചിന്തിച്ച് വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് തന്നെ അടി കിട്ടും. നമുക്ക് ധാരാളം പദ്ധതികൾ ഇപ്പോൾ മോദി സർക്കാർ വന്നതിന് ശേഷം കേരളത്തിലെ ജനങ്ങൾക്കായിട്ട് നമ്മുടെ മോദി സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അതിൽ കേന്ദ്രം നേരിട്ട് നൽകുന്ന എല്ലാ പദ്ധതികളും നമുക്ക് ശരിയായി കിട്ടുന്നുണ്ട്. ഇപ്പോൾ പാവപ്പെട്ടവർക്ക് അരി സൗജന്യമായി കിട്ടുന്നത് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യാണ്. അവിടെ ഒരു തട്ടിപ്പുമില്ല, അവിടെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ അരി കിട്ടും. കിസാൻ സമ്മാൻ നിധി 2000 ഉറുപ്പിക വെച്ച് 4 മാസം കൂടുമ്പോൾ നമുക്ക് കിസാൻ സമ്മാൻ നിധി കിട്ടുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടും. കോതകുളം ബീച്ച് ഡിവിഷൻ ഷൈൻ നെടിയിരിപ്പിൽ, കഴിമ്പ്രം ഡിവിഷൻ ദേവികാനന്ദ K. ദിലീപ്, എടമുട്ടം ഡിവിഷൻ ധനീഷ് മടത്തിപ്പറമ്പിൽ എന്നിവരെയാണ് പ്രഖ്യാപിച്ചത്. മധുകുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ PV ആനന്ദൻ, ഉമ്മർ പോക്കാക്കിലത്ത്, ജിതിൻ റാം വിയത്ത്, അരുൺ പണിക്കർ, NK ബീദിഹരൻ, രാജു വടക്കെട്ടി, സന്തോഷ് ഇരിങ്ങത്തുരുത്തി എന്നിവർ നേതൃത്വം നൽകി. ഇടവേള.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ചേറ്റുവ ഡിവിഷൻ നവാസ്, ആയിരങ്കണ്ണി KB സുധ, വാടനപ്പള്ളി KC പ്രസാദ്, തളിക്കുളം അലോക് മോഹൻ, കലാഞ്ഞി TP സോമൻ, വലപ്പാട് ശൈലജ ജയലാൽ, എടമുട്ടം AG സുഭാഷ്, കഴിമ്പ്രം താരാബാബു, കോതകുളം ബീച്ച് രാജേഷ ശിവജി, നാട്ടിക സജിനി, മോഹൻദാസ്, നമ്പിക്കടവ് രേഖ മനോജ്, പട്ടിലങ്ങാടി ഷൈന മുഹമ്മദ്, പൊക്കാഞ്ചേരി ശാന്തിബാസി, തിരുമംഗലം സന്തോഷ്, കേരാച്ചൻ എന്നിവരാണ് ഉപവരണാധികാരി VS റെജികുമാറിന് മുൻപിൽ പത്രിക സമർപ്പിച്ചത്. CC മുകുന്ദൻ MLA, CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KA വിശ്വംഭരൻ, KR സീത എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ നമ്മുമായി ബന്ധപ്പെടുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 5 വർഷക്കാലം നീണ്ടു നിന്ന പ്രവർത്തനം വീണ്ടും നമ്മുടെ അധികാരം നമ്മളിലേക്ക് വരുന്നൊരു വലിയൊരു പ്രവർത്തനമാണ് ഇനി നമ്മൾ നടപ്പാക്കേണ്ടത്. അതുകൊണ്ട് ആരും ഭയപ്പെടാതെ തന്നെ നമ്മുടെ ഈ നേതൃത്വപരമായ പങ്കുവഹിച്ച് ഒരു സ്ഥാനാർത്ഥി എന്നതിലല്ല ഉപരിയായി ജനങ്ങളുടെ പങ്കാളിത്തത്തോടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ജനയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രവർത്തനമായിരിക്കണം. സ്ഥാനാർത്ഥിത്വം ജയിക്കൽ മാത്രമല്ല, സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനസമൂഹത്തിലെ പ്രവർത്തനമായിട്ട് തീരേണ്ട ഒരു പ്രവർത്തനം കൂടി ഈ രംഗത്ത് നമ്മളിൽ അർപ്പിതമായിട്ടുള്ളതാണ്. അപ്പോൾ ആ അർപ്പിതമായ വിശ്വാസം നിലനിർത്തി മുന്നോട്ട് പോകാൻ ഇപ്പോൾ നമ്മുടെ സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഖ്യാപിച്ച കാര്യം തന്നെ പറഞ്ഞാൽ തന്നെ ജനങ്ങൾ നമ്മുടെ കൂടെയാണ്. ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത വലിയ അനുഭവങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് മുഴുവൻ സീറ്റിലും വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിനകത്ത് ജനക്ഷേമകരമായ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഉടമകൾക്ക് 3600 രൂപ അതിൻ്റെ പൈസ ട്രഷറിയിൽ വരി നവംബർ മാസം 20-ാം തീയതി മുതൽ വിതരണം ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പോവുകയാണ്. സന്തോഷകരമായ കാര്യം. സർക്കാർ പറഞ്ഞത് 2500 രൂപ കൊടുക്കും എന്നുള്ളത് 2000 കൊടുക്കാൻ വേണ്ടി പോകും. കേരളത്തിലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ മികവാർന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും കാഴ്ചവെച്ചത്.
വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കോതകുളം ലത കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ UDFന്റെ അഭിമാന താരങ്ങളായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോവുകയാണ്. ഒട്ടേറെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ശക്തികളാണെങ്കിലും സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയനാണെങ്കിലും പ്രാദേശികമായി നമുക്കൊക്കെ നേതൃത്വം നൽകുന്ന പ്രാദേശിക ഭരണാധികാരികളാണെങ്കിലും ഒരേ തുവൽ പക്ഷികളെ പോലെ ജനദ്രോഹ നയങ്ങൾ മാത്രം കൈമുതലാക്കി അപമാനകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടു ചെന്ന് എത്തിച്ച് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിയെടുത്ത ഭരണാധികാരികളായി ഈ ഭരണാധികാരികൾ മാറിയ ഒരു കാലഘട്ടങ്ങളിൽ ഈ ദുർഭരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന മുഴുവൻ ആളുകളുടെയും മനസ്സിലെ ആഗ്രഹം അത് യാഥാർത്ഥ്യമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നു വരുന്നത്. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ CM നൌഷാദ് ആറ്റുപറമ്പത്ത്, K ദിലീപ് കുമാർ, ശോഭ സുബിൻ, ബ്ലോക്ക് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി, രഞ്ജൻ ER, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് NK അലി എന്നിവർ സംസാരിച്ചു. വടക്കുമുറി കാഞ്ഞിരച്ചുവട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം നവംബർ 21 വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ദേശവിളക്ക് മഹോത്സവ കമ്മിറ്റി പ്രസിഡന്റ് പണിക്കശ്ശേരി സോമശേഖരൻ, സെക്രട്ടറി വടക്കുംതുള്ളി ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെൻട്രൽ കമ്മിറ്റിയും 7 പ്രാദേശിക കമ്മിറ്റികളും സംയുക്തമായാണ് ദേശവിളക്ക് ആഘോഷിക്കുന്നത്. വൈകിട്ട് 5-ന് അമ്പലം കൈക്കൊള്ളൽ നടക്കും. തുടർന്ന് ദീപാരാധന. രാത്രി 7-ന് ചെമ്മാപ്പള്ളി ആനേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ചെണ്ടമേളത്തിന്റെയും ശാസ്താംപാട്ടിന്റെയും പൂത്താലത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ച് 9:30-ന് ക്ഷേത്രത്തിലെത്തിച്ചേരും. മഹോത്സവത്തിന്റെ ഭാഗമായി രാത്രി 7:30 മുതൽ 2000 പേർക്ക് പ്രസാദകൂട്ടും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ബാബുരാജ് പൂക്കാട്ട്, ട്രഷറർ രാമചന്ദ്രൻ പൂക്കാട്ട്, രക്ഷാധികാരി മണികണ്ഠൻ കൊട്ടാരത്തിൽ, അനിൽകുമാർ പുതുവീട്ടിൽ എന്നിവരും പങ്കെടുത്തു. CPI കയ്പമംഗലത്ത് കുടുംബ സംഗമം നടത്തി. കയ്പമംഗലം 6-ാം വാർഡിൽ ആരോഗ്യ ഉപകേന്ദ്രത്തിനായി 5 സെന്റ് സ്ഥലം വിട്ടു നൽകിയ CPI തണൽ ബ്രാഞ്ച് അംഗം ചാണ്ടി ചിറമേലിനെ കുടുംബ സംഗമത്തിൽ അനുമോദിച്ചു. ED ഡൈസൺ MLA കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. CPI കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി ER ജോഷി അധ്യക്ഷത വഹിച്ചു. MD സുരേഷ്, PK റഹീം, അജിത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യുവകലാ സാഹിതി പുറത്തിറക്കിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടത്തി. സമ്മാനത്തിന് എല്ലാവർക്കും അനുവദിക്കുന്ന രീതി. അപ്പോൾ അത് സമ്മാനത്തിലെങ്കിൽ ചിലപ്പോൾ 2 സമ്മാനക്കാർക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ചെയ്യാൻ ആദ്യത്തെ സമ്മാനം തുടങ്ങി ഓർത്തിക്കാണില്ല വേറെ മതിലകം പഞ്ചായത്ത് 4-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റഫീഖ് കാദിക്കോടിന്റെ വാർഡ് കൺവെൻഷൻ പുഞ്ചപ്പാടം ഉന്നതിയിൽ നടത്തി. സാമൂഹിക പ്രവർത്തക പ്രേംജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു. മതിലകം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് വൈപ്പിപ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. കൺവീനർ റഷീദ് പോന്നാത്ത്, ജില്ലാ ജനറൽ കൺവീനർ റഷീദ്, മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് കൊച്ചായി പറമ്പിൽ, KK ഷാജഹാൻ, ഷഹന അമീൻ എന്നിവർ സംസാരിച്ചു. അതിലേതെങ്കിലും രീതിയിലുള്ള ഒരു തെറ്റ് നമുക്ക് പറ്റി എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നാട്ടിൽ പറയില്ലേ, കിണറ്റിലേക്ക് ചാടാൻ എളുപ്പമാണ്, പിന്നെ ഇങ്ങോട്ട് കയറാൻ വിഷമമാണ് എന്ന് പറയുന്ന മാതിരിയാണ്. തിരിച്ചിങ്ങോട്ട് അവരെ ഇറക്കിക്കൊണ്ടുവരാനൊന്നും അത്ര എളുപ്പത്തിൽ കഴിയില്ല. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണകൂടം രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയല്ല, സൂചന മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും വെച്ചിട്ട് ഇതര രാഷ്ട്രീയ പാർട്ടികൾ കരുത്തു കാണിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കേണ്ട സമയമൊക്കെ അങ്ങേറ്റം കഴിഞ്ഞിരിക്കുന്നു. അത്രമാത്രം വിഷയങ്ങൾ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ എളുപ്പം ഇറങ്ങിപ്പോരാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് കൊണ്ടാണ്. നടിക ബാവു മാസ്റ്റർ റോഡിൽ താമസിക്കുന്ന കാഞ്ഞിരപ്പറമ്പിൽ രമേഷിന്റെ ഭാര്യ ഷേണിക അന്തരിച്ചു. 45 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അഭിഷേക, ഐശ്വര്യ എന്നിവർ മക്കളാണ്.
ഏങ്ങണ്ടിയൂർ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും 1998 കേരകേസരി അവാർഡ് ജേതാവുമായ ഏങ്ങണ്ടിയൂർ ചന്തപ്പടി തച്ചപ്പള്ളി പവിത്രൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. ഭാര്യ സുഭഗ. ഉല്ലാസ്, ശൈലജ, മനോജ് എന്നിവർ മക്കളാണ്. മരുമക്കൾ സിനി, പ്രതാപൻ. സംസ്കാര കർമ്മം ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുറ്റിച്ചൂരിൽ ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ച് 3 ലക്ഷം രൂപ കവർന്ന കേസിലെ ഒരാൾ കൂടി പോലീസ് പിടിയിലായി. തൃപ്പയാർ അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ BJP നാട്ടിക മണ്ഡലം രാഷ്ട്രീയ വിശദീകരണ യോഗം തൃപ്പയാറിൽ നടന്നു. കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.